Your call is on wait. Please hold the line or call again. നിങ്ങളുടെ ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നതാണ്, ബാക്കിൽ ജംഗ്ഷൻ. ഞങ്ങളെ ഈ റോഡിൽ നിങ്ങൾ ലൈൻ വരയ്ക്കുന്നുണ്ടല്ലോ, റോഡിൽ മാർക്കിംഗ് ചെയ്യുമ്പോൾ ഇവിടെ ബാക്കിലൊന്ന് പിന്നെ ഇത് എന്താ പറയാ, സീബ്ര ലൈൻ വരയ്ക്കാൻ പറഞ്ഞു, പതിസ്റ്റേഡിയം ക്രോസ്. ക്രോസിങ് പുറകിന് ചെയ്തു വരും. അർജന്റായിട്ട് ഇപ്പൊ അവിടെ ഒന്ന് വരയ്ക്കണമെന്നുള്ളത് നോക്കാതെ, കാരണം കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ടേണിംഗ്, അപ്പൊ ഇവിടെ ഇപ്പൊ സിഗ്നൽ വരാൻ കുറെ വൈകും, പിന്നെ ഡിവൈഡർ ഇല്ല. അപ്പൊ അതുകൊണ്ട് സീബ്ര ലൈൻ നിർബന്ധമായിട്ട് അവരോട് വരക്കാൻ പറയണം കേട്ടാ. കാരണം വെച്ചാൽ പിന്നീട് തന്നെ തീർക്കാം. അതെ, ഇതിൽ തന്നെ തീർത്ത. കാരണം വെച്ചാൽ കുട്ടികളെ ഇതാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ രാവിലെ. ഓക്കെ, എവിടെയാ അതിന്റെ ലൊക്കേഷൻ വരുന്നത് നോക്കിയിട്ട് ഞാനൊന്ന് സംസാരിക്കാം അവരോട്. ഓക്കെ, ഒന്ന് സംസാരിച്ചു പ്ലീസ്. കാരണം വെച്ചാല് അത് ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ലൈറ്റിന് എന്തായി സാറേ? ഓക്കെ, ഏതാ ലൈറ്റിങ്ങിന്റെ പരിപാടി എന്തായി? ബാക്കി ഗ്യാപ്പിലുള്ള ലൈറ്റിനൊക്കെ അവർ അപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വെക്കാത്ത സ്ഥലത്തുള്ള ചെയിനേജൊക്കെ ഇട്ടിട്ട് നമ്മൾ എഴുതി കൊടുത്തിരുന്നു. പബ്ലിക്കിന്റെ ഇതുണ്ട്, ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ അവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ എക്സ്ട്രാ ഡിമാൻഡ് അല്ല, കാരണം ശരിയായിട്ട് വെക്കേണ്ട സ്ഥലത്ത് അവർ വെച്ചിട്ട് മാത്രമല്ല, അല്ല നിങ്ങളത് മാത്രമല്ല, ഇത് നമുക്ക് പ്രസ് ക്ലബ്ബ് മുതൽക്ക് മറ്റേ ഇതുവരെ ഉണ്ടല്ലോ, ചിറ്റാരി വരെയുള്ള സ്ഥലത്ത് കുറെ സ്ഥലത്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതെ, പിന്നെ കുറെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അത് റിപ്പയർ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അത് കാരണം അവരൊരു ഇത് കഴിഞ്ഞാല് അടുത്താഴ്ച ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വരും. ഓക്കെ, നിങ്ങൾ ആയിട്ടുണ്ട്. അവരെ കോൺടാക്ട് നമ്പർ ഒന്ന് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഈ പിന്നെ റിപ്പയറിന്റെ മെയിൻ്റെനൻസിന്റെ റിപ്പയറിന്റെ ആളായിട്ട് വേണ്ട, നിങ്ങൾക്ക് KSTP നമ്പർ തരാം, നിങ്ങളെ വിളിച്ചോ. KSTP നമ്പർ നമ്പർ തരാം, ഞാനിപ്പോ SMS ചെയ്ത് തരാം. ഓക്കെ, SMS. പിന്നെ നിങ്ങൾ വേറൊന്ന് പറയാണ്ട് ഇപ്പൊ ഒന്ന് അത് പറഞ്ഞ് പിന്നെ ബസ് വേ എപ്പം വരും? പിന്നെ ഈ ഡ്രാമർ ഇടുന്നല്ല, ബസ് വേ വരുന്നതല്ല. ബസ് വേ ഉണ്ട്, രണ്ട് സ്ഥലത്തുണ്ട്. അത് നിങ്ങളൊന്ന് ഞങ്ങളോട് കൺഫേം ചെയ്യും മുമ്പ്. കാരണം വെച്ചാൽ എവിടേക്ക് ഇടണമെന്ന് നിങ്ങളെ ഇവിടുന്ന് ഈ ബാക്കിൽ പൗരസമിതി ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ബേക്കലിൽ വന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്യിപ്പിക്കാം ഞാൻ. മാർക്ക് ചെയ്യിക്കണം. കാരണം വെച്ചാൽ അവര് പാലം കഴിഞ്ഞിറങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, പാലം കഴിഞ്ഞിറങ്ങിയ സ്ഥലത്ത് ജംഗ്ഷന്റെ മുമ്പിൽ രണ്ട് സ്ഥലത്ത് ബസ് വേ ഉണ്ട്, അപ്പറേ ഇപ്പറേ. ഓക്കെ, അത് ഞാനൊന്ന് ആദ്യം മാർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് നാട്ടുകാരായിട്ട് ഒന്ന് കൺഫേം ചെയ്യണം. കാരണം വെച്ചാൽ പിന്നെ രണ്ട് ബസ് സൈഡിൽ ആവാനും പറ്റില്ല. നാട്ടുകാരായിട്ട് ഇവിടെ ബാക്കിൽ പൗരസമിതി ഉണ്ട്, അവരോടൊന്ന് കൺഫേം ചെയ്യണമെന്ന്. കഴിഞ്ഞ ആഴ്ച അവിടെ ഇതൊക്കെ ചെയ്തു കൊടുത്താണല്ലോ മറ്റേ ആൾ വരുന്നത്. പറഞ്ഞത് അപ്പൊ ബസ് എല്ലാവർക്കും അറിയില്ല. അപ്പൊ എന്നിട്ട് ശേഷം നമുക്ക് ലൈറ്റ് ഒന്ന് അപ്രൂവ് ആക്കണം. ഓക്കെ. സാറിന്റെ പേരെന്ത് തന്നെ? പ്രൊജക്ട് മാനേജർ അല്ലേ? രഘുനാഥ്. ഞാൻ പ്രൊജക്ട് മാനേജർ രഘു. എന്റെ പേര് ബാക്കിൽ അബ്ദുൽ മജീദ്. ഓക്കെ, താങ്ക് യു, ബൈ.